അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് ഏപ്രിൽ 1-ാം തീയതി. ഏപ്രിൽ 1-ാം തീയതിയുടെ പ്രത്യേകത പലപ്പോഴും നമ്മൾ ഏപ്രിൽ ഫൂളായിട്ട് കരുതുന്ന ഒരു ദിവസമാണ്. കള്ളം പറയൽ അനുവദനീയമാണ് എന്ന് പണ്ട് മുതലേ നാം കേട്ട് പരിചയമുള്ള ഒരു ദിവസമാണ് ഏപ്രിൽ 1-ാം തീയതി. സത്യത്തില് അങ്ങനെ ഒരു ദിവസത്തിൽ കള്ളം പറയൽ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. കള്ളം പറഞ്ഞാലുള്ള വിപത്തിനെ സംബന്ധിച്ചെല്ലാം വളരെയധികം ഗൗരവത്തിൽ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. കള്ളം പറയുന്ന സാഹചര്യങ്ങളുണ്ട്, കള്ളം പറയാൻ അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. 3 സാഹചര്യങ്ങളിൽ കള്ളം പറയാമെന്ന് നമുക്ക് തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കള്ളം പറയുന്നതിന്റെ ഗൗരവം അത് വലിയത് തന്നെയാണ്. അത് ഏപ്രിൽ 1-നാണെങ്കിലും ശരി, മറ്റേത് ദിവസത്തിലാണെങ്കിലും ശരി. നാം ഒരു കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയോ? റഹ്മത്തിന്റെ മലക്കുകൾ നമ്മിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു അടിമ കളവ് പറയുന്ന സമയത്ത് തബഅദ അൻഹുൽ മലക്, അവന്റെ അടുക്കലുള്ള റഹ്മത്തിന്റെ മലക്കുകൾ മാറി നിൽക്കും. മൈലൻ, 1 മൈൽ ദൂരം. 1 മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററിനപ്പുറം, 1.5 കിലോമീറ്ററിനും അപ്പുറം മലക്ക് മാറി നിൽക്കുകയാണ്. നമ്മിൽ നിന്നും ഒരു ദുർഗന്ധമുണ്ടായാൽ നമ്മുടെ സമീപത്തുള്ള ആളുകൾ മാറി നിൽക്കും. എത്ര മാറി നിൽക്കും? കുറച്ചൊരൽപ്പം അല്ലെ. പക്ഷേ ഒരു കളവ് പറയുന്ന സമയത്ത് റഹ്മത്തിന്റെ മലക്ക് മാറി നിൽക്കുന്നത് മൈലൻ, 1 മൈൽ ദൂരമാണ് എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്ററും അപ്പുറം. അത്രയും നേരം റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ആ കളവിനാൽ ഉണ്ടായിത്തീരുന്ന ദുർഗന്ധം കാരണമായിട്ടാണ് അവർ മാറുന്നത്. അങ്ങനെയാണ്. കളവ് പറയുന്ന സമയത്ത് വലിയ ദുർഗന്ധം ഉണ്ടാകുന്നു എന്നുള്ളത് അത് നമുക്ക് അനുഭവപ്പെടുന്നില്ല, മനുഷ്യർക്കും അനുഭവപ്പെടുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾക്ക് അത് അനുഭവപ്പെടും. നാം ഒരു കളവ് പറയുന്ന സമയത്ത് നമ്മിൽ നിന്നും നമ്മുടെ നമ്മളോട് കൂടെയുള്ള റഹ്മത്തിന്റെ മലക്ക് 1 മൈൽ ദൂരം മാറി നിൽക്കുന്നു. ആ കളവിനാൽ ഉണ്ടാകുന്ന ദുർഗന്ധം കാരണമായിട്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി കളവ് പറയൽ അനുവദനീയമുള്ള സമയങ്ങൾ എപ്പോഴാണ്? കളവ് പറയാമെന്ന് നമുക്ക് റുഖ്സ നൽകിയിട്ടുള്ള, ഇളവ് നൽകിയിട്ടുള്ള, അനുവദനീയം എന്നല്ല, റുഖ്സ, ഇളവ് നൽകിയിട്ടുള്ള സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണെന്നറിയോ? 2 ആളുകളെ തമ്മിൽ, പിണങ്ങിയിരിക്കുന്ന 2 ആളുകളെ തമ്മിൽ ഇണക്കാൻ വേണ്ടി കളവ് പറയൽ അനുവദനീയമാണ്. ലൈസ ബികദ്ദാബിൻ മൻ അസ്ലഹ ദാത ബൈൻ. 2 ആളുകൾക്കിടയിലുള്ള പിണക്കം മാറ്റുന്നതിന് വേണ്ടി ഒരാളുടെ അടുക്കൽ പോയിട്ട് ഇയാൾ പറയാത്തത് നല്ല കാര്യങ്ങൾ പറയാം, ഇപ്പുറത്തെ ആളുടെ അടുത്തും വന്നിട്ട് അയാൾ പറയാത്ത നല്ല കാര്യങ്ങൾ ഇയാളെ കുറിച്ച് പറയാം. അങ്ങനെ 2 പേരുടെയും മനസ്സിനിടയിൽ ഇങ്ങനെ ഒരു രഞ്ജിപ്പ് ഉണ്ടാക്കുക, യോജിപ്പ് ഉണ്ടാക്കുക. എന്നാൽ ഇയാൾ ചെയ്തേക്കുന്ന എന്താണ്? ഇയാൾ 2 പേർക്കും പറഞ്ഞത് കള്ളമാണ്. എന്നാലും 2 പേർക്കിടയിലുള്ള മനസ്സിന്റെ രഞ്ജിപ്പിന് വേണ്ടി, സ്നേഹ ബന്ധത്തിന് വേണ്ടി കളവ് പറഞ്ഞാൽ ലൈസ ബികദ്ദാബിൻ, അവൻ കളവ് പറഞ്ഞവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 ആളുകൾക്കിടയിൽ, പിണങ്ങി നിൽക്കുന്ന 2 ആളുകൾക്കിടയിൽ ഇണക്കി ചേർക്കാനുള്ള പറയുന്നത്, അങ്ങനെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കളവ് പറയൽ അനുവദനീയമാണെന്ന് പറയുന്നുണ്ട്. മറ്റൊരവസരം പറയുന്നത് ഭാര്യയോട് കളവ് പറയാമെന്നാണ്. ഭാര്യയോട് കളവ് പറയുന്ന വിഷയത്തിൽ ഒന്ന് എന്റെ കേട്ടറിവുണ്ട്, മറ്റൊന്ന് കണ്ടറിവുണ്ട്. ഇത് രണ്ടും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കേട്ടറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു ഭാര്യയോട് 500 രൂപയുടെ ഒരു പർദ്ദ മേടിച്ചു. എന്നിട്ട് പർദ്ദ മേടിച്ചതിന് ശേഷം, കടയിൽ നിന്ന് മാറിയതിന് ശേഷം 500ന്റെ അപ്പുറത്ത് ഒരു 0 കൂടി ഇട്ടു. അപ്പൊ എത്രയായി? 5000 രൂപയായി. വീട്ടിൽ വന്നിട്ട് പറയാ, എന്നിട്ട് ഈ പർദ്ദക്ക് 5000 രൂപയാണെന്ന് പറയാം. അപ്പോ ഒരു ചായ്വ്, ഒരു സ്നേഹം ഭാര്യക്ക് ഭർത്താവിനോട് ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് കേട്ടറിവാണ്. നമ്മള് ഭാര്യയുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ പറയുന്ന കളവ്. കണ്ടറിവ്, യഹ്യാ ഉലുമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 2 ഭാര്യമാരുള്ള ആള് 2 പേരുടെ അടുത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കളവ് പറയൽ അനുവദനീയമാണ്. ഇത് യഹ്യാ ഉലുമുദ്ദീനിൽ ഞാൻ കണ്ടറിവാണ്. അപ്പോ 2ാമത്തെ കാര്യം ഭാര്യയോടുള്ളതായ കളവ് പറയൽ. 3ാമത്തത് യുദ്ധത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി കളവ് പറയൽ. യുദ്ധത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി, യുദ്ധം നടക്കുന്ന സമയത്ത് ഒന്നുകിൽ നമ്മുടെ ഭാഗം പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു മറ്റുള്ള നാട്ടിനോടോ മറ്റുള്ള നേതാക്കന്മാരോടോ എങ്ങനെയെങ്കിലും കളവ് പറയുന്ന രീതി,
യുദ്ധത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയും കളവ് പറയാമെന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ കണ്ടിട്ടുണ്ട്. 3 രംഗങ്ങളിൽ മാത്രമാണ് കളവ് പറയാൻ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളൂ. അല്ലാതെ ഏപ്രിൽ ഫൂളിന്റെ അന്ന് കളവ് പറയാമെന്ന് അനുവദിച്ചു തന്നിട്ടില്ല. 3 രംഗങ്ങൾ ഏതൊക്കെയാണ്? 1, പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ ഇണക്കി ചേർക്കാൻ. 2, ഭാര്യയുടെ തൃപ്തി കിട്ടാൻ. 3, യുദ്ധത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി. ഈ 3 രംഗങ്ങളിൽ മാത്രമാണ് കളവ് പറയാൻ അനുവദിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ നിലയിലും എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.